ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്നത്തെ തിരക്കുകളെല്ലാം തീർന്നിട്ടാണ് പിറ്റേന്ന് ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഫസ്റ്റിലൊക്കെ ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് ഉച്ച പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോകും കേട്ടോ, അവിടെ പെരുന്നാളാക്കാനായിട്ട്. അപ്പം കാലങ്ങൾ ഇങ്ങനെ കഴിയുന്തോറും കുട്ടികളെല്ലാം വലുതായാൽ പിന്നെ കുട്ടികളുടെ സ്കൂളും മദ്രസവും അതൊക്കെ ആയാൽ പിന്നെ ഉമ്മാൻ്റെ അടുക്കുള്ള പോക്കങ്ങനെ കുറഞ്ഞുകൊണ്ട് വന്നതാണ്. എന്തെങ്കിലും ഫംഗ്ഷനുണ്ടെങ്കിൽ പോവും, പിന്നെ കുട്ടികളുടെ ലീവിന് പോകുള്ളൂ കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ലീവ് കിട്ടുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. പിന്നെ സ്കൂളിന് ലീവ് ഉണ്ട്, മദ്രസക്ക് ലീവ് ഉണ്ടാവില്ല, മദ്രസക്ക് ലീവ് ഉണ്ടെങ്കിൽ സ്കൂളിന് ലീവ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോണ റോഡാണ് കേട്ടോ. ഒരു 2.5 മണിക്കൂർ ജേർണിയൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര കറൂസാണ്. വളവും തിരിവും കാടും മല എല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോണത്. ഇവിടെ നല്ല ഭംഗിയുള്ള പ്ലേസുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, എപ്പം ജാസ്തി മഴ പെയ്യണ നാടും കൂടിയാണ്. മഴക്കാലത്തന്നെ ഇവിടെ ഭയങ്കര മഴ പെയ്യും കേട്ടോ. ഇത് ഞങ്ങൾ പോണ വഴിക്ക് ഗോരികണ്ടി പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. ദർഗയാണ്, പക്ഷേ ദർഗത്തിൻ്റെ അടുത്ത് തന്നെ ഖബർസ്ഥാനമുണ്ട്. ഞങ്ങൾ ഇവിടെ ഉറൂസൊക്കെ നടക്കും കേട്ടോ. ഉറൂസൊക്കെ ഭയങ്കര ജോറായിട്ട് കൊല്ലത്തിന് ഒരിക്കലൊക്കെ നടക്കാറുണ്ട്. ഞങ്ങൾ ചെറുതുണ്ടാകുമ്പോൾ ഭയങ്കര ഇവിടുത്തെ ഒരു കൊല്ലത്തെ ഉറൂസും ഞങ്ങൾ മിസ്സാക്കുന്നുണ്ടായിട്ട് കേട്ടോ. ഞങ്ങൾ വരും, ഇവിടെ വൈകുന്നേരം ചോറുണ്ടാവും, ചോറ് വയ്ക്കും. ഇവിടെയൊക്കെ ഞങ്ങൾ നടന്നു കൊണ്ടായ പ്ലേസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട് എൻട്രൻസ് ആവുന്ന ടൈമിൽ ഒരു പുഴ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഭദ്ര പുഴ എന്ന് വിളിക്കും ഇതിനെ, ഭദ്ര എന്നാണ് പേര്. അപ്പം കാണാൻ എത്ര ഭംഗിയുണ്ടോ അത്രയും എന്താ പറയണത്, അത്ര ഇതിൽ ഡേഞ്ചറസും ആണ് ഈ പുഴ. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾക്ക് ബസ് കയറി എപ്പം തുടങ്ങിയിരിക്കണേ എത്തിയോ 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 ചോദിക്കാൻ. പിന്നെ എൻ്റെ മോള് ചോദിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. എത്തിയെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മോള് എല്ലാം എണിച്ചിട്ട് സ്റ്റഡി അതിൻ്റെ കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇങ്ങോട്ട് വരിക പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നാമത്തത് അവിടെ പോയെങ്കിൽ പിന്നെ ഓത്തും ഇതൊന്നുമില്ല, സ്കൂളും മദ്രസ ചിന്ത ഒന്നും ഉണ്ടാവില്ല. എൻ്റെ മക്കൾക്ക് വെറും കളീൻ്റെ ചിന്ത മാത്രം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ബസ് സ്റ്റാൻഡ് പുതിയതായിട്ട് കെട്ടിയതാണ്. പണി നടന്നുകൊണ്ടായി ഞാൻ പോയ പ്രാവശ്യം വന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഞങ്ങളുടെ മൂത്തമ്മൻ്റെ പെരയിൽ അന്ന് പെരുന്നാളായിരുന്നു കേട്ടോ. ഇത് പെരുന്നാളിൻ്റെ പിറ്റേന്നത്തെ വീഡിയോ ആണ്. അവിടെ അന്ന് പെരുന്നാൾ ഇതിൻ്റെ ഉച്ചത്തെ ഊണെല്ലാം അവിടെയായിരുന്നു ഞങ്ങൾക്ക്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഉമ്മാൻ്റെ ഒരു കെട്ടണ പെരയാണ് കേട്ടോ ഇത്. ഇത്രയൊക്കെ പണി ആയിണ്ടായി. ഇത് എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡും കുട്ടികളാണ് കേട്ടോ. ഒരു ചുറ്റാൻ പോണതാണ്. അങ്ങനെ വീട് പണി ഇതുവരെ ആയി പണ്ട് നോക്കാൻ വേണ്ടി ഞങ്ങൾ വീടിൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വീടിൻ്റെ മുന്നിൽ വശത്ത് റോഡാണ്. എല്ലാം ഞങ്ങളുടെ ഫാമിലി തന്നെ, പുറമക്കാരൊന്നും ആരും ഇല്ല ഇവിടെ. എല്ലാം ഞങ്ങൾ ഇവിടെ, ഞാൻ ഈ ഹസ്ബൻഡിൻ്റെ പേരുള്ള മാതിരി തന്നെ അവിടെ ഫുള്ള് എൻ്റെ ഉമ്മാൻ്റെ ഫാമിലി ഉപ്പാൻ്റെ ഫാമിലി മാത്രമുള്ള കേട്ടോ. അപ്പോൾ ആങ്ങളും ഹസ്ബൻഡെല്ലാം പെരപ്പണി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ചൊക്കെ എന്തെങ്കിലും ഇടങ്ങേറുണ്ടെങ്കിൽ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഉമ്മാൻ്റെ ഒരു ഉപ്പുള്ള വാടക വീടാണ് കേട്ടോ. മൂത്താപ്പൻ്റെ വീട് തന്നെ ഒരിപ്പോൾ വാടകയ്ക്കുള്ളത്. അങ്ങനെ അനിയത്തിൻ്റെ അമ്മായിൻ്റെ മോളുടെ വീടും പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് പോയി നോക്കാം. ദൂരം നടില്ല കേട്ടോ, തൊട്ടടുത്തടുത്ത് തന്നെ ഒരു ബൾപ്പിൻ്റെ ഉള്ളിലായിട്ടേ വരുള്ളൂ എല്ലാവരുടെ വീട് കേട്ടോ. ദൂരം പോകണമെന്നില്ല. ദൂരമായിട്ട് പോയിട്ടുള്ളത് ഞാൻ ഒർത്തിയാണ് കേട്ടോ. ദൂരത്തിലായിട്ട് കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ളൂ. പിന്നെ എല്ലാം അവിടെ ഏകദേശം എൻ്റെ ഫാമിലി എല്ലാം അടുത്തടുത്തേ ഉള്ളൂ. 1-2 പേരോ ഞങ്ങൾ ദൂരത്തിൽ പോയിക്കോട്ടെ, ഏട്ടത്തി അൻസത്തിൻ്റെ മക്കൾ. അപ്പോൾ ഇത് അനിയത്തിൻ്റെ വീട് പണി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഫൗണ്ടേഷനെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് പണി നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അമ്മായിൻ്റെ വീടാണ് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുള്ള വീടിൻ്റെ ആ പരിസരം. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയെങ്കിൽ പിന്നെ മാമൂലിയുള്ള തന്നെ വർത്താനം പറയലും കളിയും തമാശയും. അന്നത്തെ രാത്രി ഞങ്ങൾക്ക് പിറന്നാളായിക്കാറ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉമ്മർത്തിരിക്കുന്നുണ്ടായിട്ടോ. ഇപ്പോൾ ഉള്ള വീട്ടിൻ്റെ മുന്നിൽ തന്നെ അമ്മായിൻ്റെ വീടുള്ളതുകൊണ്ട് അമ്മായിൻ്റെ മക്കളും ഒക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഇരുന്നിട്ട് ഞങ്ങളെല്ലാം വർത്താനം പറയണം കേട്ടോ. അതിനിടയിൽ അനിയൻ്റെ മോൾക്ക് ഞാൻ തന്നെ വാരി കൊടുക്കണം പറഞ്ഞിട്ട് ഞാൻ ചോറ് വാരി കൊടുക്കണം കേട്ടോ. ഓൾക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുതാണ്. അപ്പോൾ ഓൾക്ക് ഞാൻ തന്നെ ചോറ് വാരി കൊടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ വാരി കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെ വർത്താനമായി മോൾക്ക് ചോറ് വാരി കൊടുത്താൽ മതിയായി. ഇത് പിന്നെ പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ പിറ്റേന്ന് തിരിച്ച് വരാൻ പുറപ്പെട്ടിട്ടുണ്ടായി. അപ്പോൾ ഉച്ചത്തെ ചോറെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ
അനിയൻ്റെ ഭാര്യയാണിത്. അപ്പോൾ മന്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ ഗ്യാസിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഗ്യാസ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാം അടുപ്പിലാണ് കേട്ടോ. പിറന്നാൾക്ക് ഇവരെല്ലാം ബിരിയാണി അടുപ്പിൽ തന്നെ വെച്ചിരുന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടോ. മന്തിയാണ് വെച്ചിട്ടുണ്ടായത്. എനിക്ക് മന്തി വെക്കാൻ അത്ര അറിയില്ല കേട്ടോ. ഞാൻ മന്തി ഇതുവരെ വെച്ചിട്ടില്ല. ബിരിയാണി വെക്കും ഞാൻ. ബിരിയാണിയും നെയ്ച്ചോറും അതൊക്കെ ഞാൻ വെക്കും. മന്തി വെക്കാറില്ല കേട്ടോ. പിന്നെ ഇവിടെ എൻ്റെ ഉമ്മാൻ്റെ പേരത്തെ അടുപ്പിൽ എപ്പോഴും തീ അയക്കാറ് കേട്ടോ. എപ്പോഴും കാഫിൻ്റെ വർഗ്ഗമായതുകൊണ്ട് എപ്പോഴും തീ കത്തിങ്ങോണ്ടാവും കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പയും മക്കളോട് എന്താ ബിസിയിലാണ് പണിയിൽ. അപ്പോൾ എൻ്റെ അമ്മ ബിരിയാണി സെറ്റായൊന്ന് നോക്കണം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ വീട്ടിൽ പോയ കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ. വലിയ വീടൊന്നുമല്ല, കൊച്ചു വീടാണ്. ഇനി കെട്ടിയിട്ട് ഓരതിൽ കയറിയിട്ട് വേണം ഒന്ന് സമാധാനത്തിലിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇതവിടെ മൂത്താപ്പൻ്റെ വീട്ടിലത്തെ സപ്പോർട്ടൊക്കെ കൊണ്ടു തന്നതാണ് എനിക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളെല്ലാം നല്ല കളിയിലാണ് കേട്ടോ. മക്കൾക്ക് ഇവിടേക്ക് വരുമ്പോൾ ഉള്ള സന്തോഷവും തിരിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 3 മണീൻ്റെ ബസ്സിന് ഞങ്ങൾ എൻ്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഞങ്ങൾ ഒരു 6 മണിയാകുമ്പോൾ എത്തിണ്ടായി കേട്ടോ. അപ്പോൾ വരുമ്പോൾ ചോറും കറിയും എല്ലാം എനിക്ക് കെട്ടി തന്നിട്ടുണ്ടായി. എൻ്റെ അമ്മ അവിടെ പോയിട്ടൊന്നും വെച്ചുണ്ടാക്കാൻ. ഇത് മാങ്ങ അച്ചാറാണ് കേട്ടോ. എൻ്റെ നാത്തു നല്ല അച്ചാറിടും. അപ്പോൾ ഇത്രയൊക്കെയുള്ളതാണ് ഞാൻ ഉമ്മാൻ്റെ പേരേക്ക് പോയ വിശേഷങ്ങൾ. അപ്പോൾ ചോറ് വെച്ച് ഞങ്ങൾ കടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്തുണ്ടെങ്കിലും എന്നെ എഴുതിയിട്ട് അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.